ഹലോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു പ്രൊഫഷൻ, ഞാനൊരു ജേർണലിസ്റ്റാണ്. സോ ഞാനൊരു ജേർണലിസ്റ്റ് ആയത് എങ്ങനെ എന്നൊരു കാര്യത്തെക്കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒരിക്കലും ജേർണലിസം എന്ന് പറയുന്നത് ഞാൻ അത്രയും പെർസ്യൂ ചെയ്തൊരു കാര്യമൊന്നുമല്ല. ചെറുപ്പം തൊട്ട് ജേർണലിസ്റ്റ് ആവണം എന്ന ആഗ്രഹമൊന്നും എനിക്കില്ലായിരുന്നു എന്ന് തന്നെ പറയാം. ഞാൻ കൂടുതലും ഫീൽഡ് സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് എല്ലാം. അതായത് എനിക്ക് തോന്നുന്നു ചെറുപ്പം തൊട്ടേ എനിക്കൊരു സിവിൽ സർവൻ്റ് ആവണം എന്ന ആഗ്രഹമാണ്. ഐ എ എസ് ആയിരുന്നു എൻ്റെ മെയിൻ ലക്ഷ്യം. ആ രീതിയിലാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് അതായത് ഒരു +2 ആണെങ്കിലും ഡിഗ്രി ആ ടൈമിലൊക്കെ എനിക്കൊരു IAS-കാരനാവണം. പിന്നെ IFS, ഇന്ത്യൻ ഫോറിൻ സർവീസ്, അതൊക്കെയായിരുന്നു എൻ്റെ മെയിൻ ലക്ഷ്യങ്ങളായിരുന്നത്. സിവിൽ സർവീസിന് വേണ്ടിയാണ് കൂടുതലും ഞാൻ കോച്ചിങ് ക്ലാസ്സും പഠിപ്പും കാര്യങ്ങളായിട്ട് പോയിക്കൊണ്ടിരുന്നത്. ആഫ്റ്റർ ഡിഗ്രി ഞാൻ എറണാകുളത്തേക്ക് വരുന്നു, ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നു പഠിപ്പ് കാര്യങ്ങളൊക്കെ. അതിനുശേഷം എൻ്റെ ഒരു ഫ്രണ്ട് ശരിക്കും ജേർണലിസം എനിക്ക്, അതായത് എല്ലാ ദിവസവും നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുന്നു, TV ചാനൽ കാണുന്നു. കാരണം സിവിൽ സർവീസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുമ്പോൾ നമ്മൾ ആ രീതിയിൽ ഒരു 4-5 ന്യൂസ് പേപ്പേഴ്സ് നമ്മൾ വായിക്കണം. അപ്പോൾ ആ രീതിയിൽ മാത്രമേ ഞാൻ ജേർണലിസം അല്ലെങ്കിൽ ജേർണലിസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഒരിക്കലും ആ ഒരു ജോലിയിലേക്ക് പോകണം എന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ എറണാകുളത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഒരു ഫ്രണ്ട് അവൾക്ക് ഒരു ലീഡിങ് ആയിട്ടുള്ള അവൾ ജേർണലിസം കഴിഞ്ഞതാണ്. അപ്പം അവൾക്ക് പെട്ടെന്ന് ജോബ് കിട്ടി. അതായത് ലീഡിങ് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിൽ, ഇന്ത്യയിലെ തന്നെ ഒരു നമ്പർ 1 സർക്കുലേഷനുള്ള ഒരു ന്യൂസ് പേപ്പറിൽ ജോലി കിട്ടി. അവൾ അങ്ങനെ ചെന്നൈയിലോട്ട് അവൾ പോവുകയാണ്. സോ ഞാൻ സത്യം പറഞ്ഞാൽ അവളുടെ ആ സ്റ്റാർട്ടിങ് സാലറി കേട്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയി. കാരണം അപ്പോഴാണ് ഞാൻ ജേർണലിസത്തെക്കുറിച്ച് കൂടുതൽ ഗൗരവമായിട്ട് ചിന്തിക്കുന്നത്. അതായത് അവർക്കൊരു 1 ലാഖിനടുത്ത് ശമ്പളത്തോട് കൂടിയിട്ടാണ് അവർക്ക് ജോലി കിട്ടുന്നത്. സോ ഞാനും ഭയങ്കരമായിട്ട് അന്ന് തൊട്ടാണ് ഞാൻ ജേർണലിസം എന്ന് പറയുന്നത് അതായത് ഞാൻ ഒരുപാട് അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. അതായത് ജേർണലിസം മോശമാണെന്നല്ല, അല്ലെങ്കിൽ ജേർണലിസം എനിക്കറിയാത്തൊരു പ്രൊഫഷൻ എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഞാൻ ഒരുപാട് അതിനെപ്പറ്റി കാര്യഗൗരവമായിട്ട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ അതായത് ഈ ഒരു ജോലി, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അവൾക്ക് ജോലി കിട്ടിയ ശേഷം അവളുടെ ഒരു ലൈഫ് കണ്ട ശേഷമാണ് പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാകുമെന്ന് തുടങ്ങി. എനിക്ക് പണ്ടോട്ടേ ഞാൻ ന്യൂസ് പേപ്പേഴ്സ് അല്ലെങ്കിൽ ക്ലാസ്സുകളിലൊക്കെ നമുക്ക് ന്യൂസ് പേപ്പേഴ്സ് ഉണ്ടാക്കാനൊക്കെ ആയിട്ടൊക്കെ കോമ്പറ്റീഷൻസ് വരുമ്പോൾ അതിലൊക്കെ ഞാൻ മത്സരിച്ചിട്ടുണ്ട്, വാർത്തകൾ ഉണ്ടാക്കാറുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നല്ലാതെ എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ പതുക്കെ എൻ്റെ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ജേർണലിസത്തിലേക്ക് കൂടുതൽ ഞാൻ ഓറിയൻറ്റേഷൻ കൊടുത്തു. ഒരുപാട് സന്തോഷം. അതായത് ജേർണലിസത്തെ കുറേയും കൂടി ഞാൻ സീരിയസ് ആക്കാനായിട്ട് ഞാൻ നോക്കിയായിരുന്നു. അതിൻ്റെ ഇടയിൽ സിവിൽ സർവീസും അതിൻ്റെ കൂടെ പോകുന്നുണ്ട്. പക്ഷേ എവിടേക്ക് പോകണമെന്ന് ചിന്തിക്ക് ഉണ്ടായിരുന്നില്ല. എങ്കിലും ജേർണലിസത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും അങ്ങനെ എൻ്റെ സ്റ്റഡീസ് അങ്ങനെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞാൻ പോകുന്നു. അപ്പോൾ ഇതിനോട് എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണമാണ് ഞാൻ ഇതിലേക്ക് വന്നത്. പിന്നെ ഒരു വ്യക്തിയോട് എനിക്ക് താങ്ക്സ് ഉണ്ട്. കാരണം അദ്ദേഹം ഒരു ടൈമിൽ തന്നെ ഈ ജേർണലിസം പഠിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു സ്റ്റഡീസ് ടൈമിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഒരു വ്യക്തിയുണ്ട്. അപ്പം അദ്ദേഹത്തിനും ഒരുപാട് നന്ദിയുണ്ട്. അങ്ങനെ ജേർണലിസം കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ അതായത് എൻ്റെ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്ത് ഉടനടി തന്നെയാണ് എനിക്ക് ജോബ് കിട്ടുന്നത്. അത് ഒട്ടും ഒരു സ്റ്റാർട്ടർക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ജോലിയാണ്. അതിന് ഞാൻ അലക്സിനോട് ഒരുപാട് നന്ദി പറയുകയാണ്. കാരണം അലക്സാണ് എനിക്ക് ഈ ഒരു ജോബ് ഓഫർ കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരുന്നത്. സോ ഞാൻ ഒട്ടും, അതായത് ഒരു സ്റ്റാർട്ടർക്ക് ശരിക്കും പറഞ്ഞാൽ അവർക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു നോർമലായിട്ട് ഒരു ഓൺലൈൻ മാഗസിൻ, ഓൺലൈൻ മീഡിയയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് പിന്നെ അവർ കയറി പോവുക. പക്ഷെ ഞാൻ കയറി വരുന്നത് തന്നെ കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടെക്നിക്കലി നമ്പർ 1 ആയിട്ടുള്ളൊരു TV ന്യൂസ് ചാനൽ. അവിടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നു, അവിടെ വർക്ക് ചെയ്യുന്നു. സോ അതും ഒരു സ്റ്റാർട്ടർക്ക് കിട്ടുന്നതിനേക്കാൾ കുറച്ചും കൂടി ഹയർ പൊസിഷനിലാണ് എനിക്ക് ജോബ് കിട്ടിയത്.
സോ നമ്മുടെ കേരളത്തിലൊരു 6 ഫിഗർ ആയിട്ടുള്ളൊരു സാലറി കിട്ടുക എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു വലിയൊരു കാര്യമാണ്. അതും ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ പെട്ടെന്ന് തന്നെ ഇത്രയും ശമ്പളം അല്ലെങ്കിൽ ഇത്രയും സാലറി, അതിന് ആ ഒരു ന്യൂസ് ചാനലിൻ്റെ ഒരു മിടുക്കാണ്. ആ ന്യൂസ് ചാനൽ ഒരു വളരെ തന്നെ ഭേദപ്പെട്ട അല്ലെങ്കിൽ വളരെ ഹൈ പൊസിഷനിലുള്ള ന്യൂസ് ചാനലാണ്. പേര് പറയാൻ പറ്റില്ല. ഇപ്പം ഞാൻ ഇതളിൻ്റെ ആണെങ്കിലും ന്യൂസ് പേപ്പറിനെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ല, ഇതിനെക്കുറിച്ച്, കാരണം ഒരു പ്രൈവറ്റ് യൂട്യൂബ് ചാനലാണ്. സോ അതിലൊരു പോളിസി അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. സോ ജേർണലിസം ഞാനിപ്പോൾ വളരെ ലവ് ചെയ്യുന്ന ഒരു പ്രൊഫഷനാണ്. ഞാൻ വളരെ 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 പ്രൗഡാണ്. കാരണം ഒരാളോട് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ പേര് പറയുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ജേർണലിസ്റ്റാണെന്ന് പറയുമ്പോൾ പുറമേക്കൊക്കെ ഇറങ്ങുമ്പോൾ ഭയങ്കര ഒരു ബഹുമാനമുണ്ട്. അപ്പോൾ മാത്രമല്ല, ഒരു ഗവൺമെൻറ് ജോലിക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സാലറിയിൽ നമുക്ക് ജോലി കിട്ടുക എന്ന് പറയുന്നതും ഒരു വലിയൊരു കാര്യമാണ്. ലൈഫ് സെറ്റിലാവാൻ പറഞ്ഞ വലിയ കാര്യമാണ്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഇൻ്റർനാഷണൽ കാര്യങ്ങളും നാഷണൽ കാര്യങ്ങളും ലോക്കലായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ. അപ്പോൾ എൻ്റെ കൂടെയുള്ളവരെ കിട്ടുക നമ്മൾ ഇന്നും ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുക, ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക, പരസ്പരം ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുക. അതൊരു വല്ലാത്തൊരു സംഭവമാണ്. ഞാൻ വളരെയധികം ലവ് ചെയ്യുന്നൊരു ജോബാണ് സത്യം പറഞ്ഞാൽ ജേർണലിസം എന്ന് പറയുന്നത്. സോ ഐ ഫീൽ വെരി പ്രൗഡ്. ഇപ്പോൾ ഒരു ജേർണലിസ്റ്റ് ആയതിൽ ഒരുപാട് പ്രൗഡ് ചെയ്യുന്നു. ഇതളിനാണെങ്കിലും അലക്സിനാണെങ്കിലും പിന്നെ ഞാൻ പറഞ്ഞ ആ ഒരു വ്യക്തിക്കാണെങ്കിലൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അവർ ഓരോ ടൈമിൽ തന്നെ ഹെൽപ്പ് ചെയ്ത ആൾക്കാരാണ്. സോ ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു പ്രൊഫഷൻ. സോ ജേർണലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് തിരക്കുകളുണ്ട്. നമുക്കൊരു കൃത്യമായിട്ടൊരു ജോബ് ടൈമൊന്നുമില്ല. ഫുൾ ടൈം നമ്മൾ തിരക്കിലൂടെ ആയി പോയിക്കൊണ്ടിരിക്കുക. എൻഗേജറാണ് ഫുൾ ടൈം. നമുക്ക് എൻഗേജറായിരിക്കും. കാരണം ഒരുപാട് കാര്യങ്ങളെ പറ്റി സംസാരിക്കണം. ശരിക്കും നൈറ്റാണ് നമ്മളൊന്ന് ഫ്രീ ആവുന്നത് പലപ്പോഴും. ചില സമയത്ത് നൈറ്റ് നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും, വെളുപ്പിന് വർക്ക് ചെയ്യേണ്ടി വരും, 2, 3, 4 മണിക്കൂർ. പക്ഷേ എനിക്കൊട്ടും മടുപ്പ് തോന്നുന്നില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ബ്ലെസ്ഡ് ആയിട്ട് തോന്നുന്നത്. എനിക്ക് ഏതൊരു ജോലിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയുള്ള ഒരാളാണ്. പക്ഷേ ഈ ജോലി എനിക്കൊരിക്കലും മടുപ്പ് വരുന്നില്ല. ഞാൻ വളരെ 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 എൻജോയ് ചെയ്യുന്ന ഒരു ജോലിയാണ്. സോ ദൈവത്തിന് നന്ദി. കാരണം നല്ലൊരു ജോലി, നല്ലൊരു ന്യൂസ് ചാനൽ ഫസ്റ്റ് ടൈം എനിക്ക് കിട്ടിയതിൽ ദൈവത്തിന് നന്ദി. അത്രേ ഉള്ളൂ. താങ്ക് യു.